all, welcome to I Plus. ഞാൻ അക്ഷര. കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേറ്റഡ് എക്സാമിനേഷന്റെ ആൻസർ കീ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീ അല്ല, ടെന്റേറ്റീവ് ആയിട്ടുള്ള ആൻസർ കീ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം, വാൾട്ട് വിറ്റ്മാൻസ് പോം അബൌട്ട് എബ്രഹാം ലിങ്കൺ ഈസ്. എബ്രഹാം ലിങ്കനെ കുറിച്ച് വാൾട്ട് വിറ്റ്മാന്റെ പോയം ഏതാണ്? ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ എന്നുള്ള പോയമാണ്. അടുത്ത ചോദ്യം, ദ എക്സ്പ്രഷൻ ഷീസ് ഇൻ ദ ഫാമിലി വേ ഫോർ ഷീസ് പ്രഗ്നന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ എന്താണ് ഷീസ് പ്രഗ്നന്റ് എന്നുള്ള പദത്തിന് പകരം, ആ ഒരു വാക്കിന് പകരം ഷീസ് ഇൻ ദ ഫാമിലി വേ എന്ന് പറയുന്നത്. അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? യൂഫമിസം ആണ് അല്ലെ. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ് നമ്മൾ യൂഫമിസം യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ ഹീറോ ഓഫ് ഹെമിംഗ്വേസ് നോവൽ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. ഹെമിംഗ്വേയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് അല്ലെ കിഴവനും കടലും. ആരാണ് അതിലെ ഹീറോ? സാന്റിയാഗോയാണ്. അടുത്ത ചോദ്യം ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് സ്ട്രക്ചറലിസം. ആ ഒരു ഏരിയയിൽ നിന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സെമിയോളജി, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട്. സെമിയോളജി പ്രകാരം സിഗ്നിഫയറും സിഗ്നിഫൈഡും കൂടെ കൂടി ചേർന്നാൽ എന്താവും? അത് സൈൻ ആണ് ആകുന്നത്. സൈൻ. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓഥർ ഓഫ് ഗോഡ് ഈസ് ആടുജീവിതം. ഓപ്ഷന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഉത്തരവ് അറിയാം. ആരാണ്? ബെന്യാമിനാണ്. അടുത്ത ചോദ്യം, സ്ഥിരമായിട്ട് കേരള പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ് പോലെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു പോമാണ് തോമസ് കെയുടെ എൽജി റിട്ടൺ ഇൻ എ കൺട്രി. അത് ഫില്ല് ചെയ്യാനായിട്ടാണ് ടൈറ്റിൽ. എന്താണ് ഫുൾ നെയിം? എൽജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചിയാർഡ്. ചർച്ചിയാർഡാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ലേറ്റർ ഓഫ് ദ വർക്ക് ദാറ്റ് വോൺ ദ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് 2025. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് പ്രൈസ് കിട്ടിയ ആ ഒരു റൈറ്റർ ആരാണ് എന്നായിരുന്നു ചോദിച്ചത്. അപ്പം ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ആ ഒരു ട്രാൻസ്ലേറ്റർ ആരാണ് എന്നുള്ളതാണ്. ആരായിരുന്നു? ദീപ ഗുഷ്ടിയാണ്. അടുത്ത ചോദ്യം, ദ ഓഥർ ഓഫ് ദ ലെജൻഡ് ഓഫ് ഖസാക്കീസ്. ഖസാക്കിന്റെ ഇതിഹാസം ആരുടെ നോവലാണ്? ഒ വി വിജയന്റെ നോവലാണ്. അടുത്ത ചോദ്യം, ബ്രൗണിങ്സ് മൈ ലാസ്റ്റ് ടച്ചസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് റോബർട്ട് ബ്രൗണിങ് അല്ലെ. റോബർട്ട് ബ്രൗണിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മൈ ലാസ്റ്റ് ടച്ചസ് എന്തായിരിക്കും? ഡ്രമാറ്റിക് മോണലോഗ് ആണ്. അടുത്ത ചോദ്യം, ദ വേർഡ് അൺ ഇൻ അൺഫോർച്ചുനേറ്റ് ഈസി. അൺഫോർച്ചുനേറ്റില് അൺ എന്നുള്ള വാക്ക് എന്താണ്? അത് പ്രെഫിക്സ് ആണ് അല്ലെ. ആ ഒരു ഫോർച്ചുനേറ്റിന് മുമ്പിലായിട്ടാണ് കാണപ്പെടുന്നത്. അൺ എന്താണ്? അത് അവിടുത്തെ പ്രെഫിക്സ് ആണ്. ഫൗണ്ടർ ഓഫ് ദ ഇമേജിസ്റ്റ് മൂവ്മെന്റ്. ഇമേജിസ്റ്റ് മൂവ്മെന്റ് ഫൗണ്ടർ ഈ കൂട്ടത്തിൽ ആരാണ്? എസ്ര പൗണ്ട് ആണ്. മറ്റു പേരുകളൊക്കെ നമ്മൾ ഈ ഒരു സമയത്തുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നവരാണ്. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എസ്ര പൗണ്ട് ആണ് ഇമേജിസ്റ്റ് മൂവ്മെന്റിന്റെ ഫൗണ്ടർ. അടുത്തത് ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഫുൾ ഫോം ഓഫ് ദ അബ്രിവേഷൻ CWSN സ്റ്റാൻഡ് ഫോർ. CWSന്റെ ഫുൾ ഫോം എന്താണ്? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അടുത്ത ചോദ്യം, എ പോയം വിച്ച് ഈസ് മെയിൻലി എ ലാമെന്റ് ഫോർ ദ ഡെഡ്. ആരെങ്കിലും മരണപ്പെടുമ്പോൾ അവര് അത് മരണത്തിൽ ലാമെന്റ് ചെയ്തുകൊണ്ട് എഴുതുന്ന ആ ഒരു പോയത്തിന് എന്താ പറയുക? എലജി എന്നാണ് പറയുക. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓഥർ ഓഫ് ദ പോം ദ വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡ് ഓഥർ ആരാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വേസ്റ്റ് ലാൻഡിൽ നിന്ന് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും സെക്ഷനെ പറ്റി ചോദ്യം വരാറുണ്ട്, അല്ലെങ്കിൽ ഈ പോയിന്റിനെ പറ്റി ചോദ്യം വരാറുണ്ട്. ആരാണ്? T.S. Eliot ആണ് വേസ്റ്റ് ലാൻഡിന്റെ ഓഥർ. അടുത്തത്, സ്റ്റീഫൻ ഗോസൻ റിമാർക്ക് ദാറ്റ് പോയിട്രി ഈസ് ദ. സ്റ്റീഫൻ ഗോസിന്റെ അഭിപ്രായത്തിൽ പോയിട്രിയെ അദ്ദേഹം എങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത്? റിമാർക്ക് ചെയ്തേക്കുന്നത് മദർ ഓഫ് ലൈസ് എന്നാണ് റിമാർക്ക് ചെയ്തേക്കുന്നത്. അടുത്ത ചോദ്യം, ദ പോയിറ്റ് ഹു വാസ് ബ്ലൈൻഡ് ഫോർ എ മേജർ പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ മേജർ പാർട്ടും ബ്ലൈൻഡ് ആയിരുന്ന പോയിറ്റ് ആരായിരുന്നു? ജോൺ മിൽട്ടൺ ആണ്. പാരഡൈസ് ലൂസും പാരഡൈസ് റീഗനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ഷേക്സ്പിയറിയൻ ഡ്രാമയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഗോൺറിൽ, റീഗൻ ആൻഡ് ഡാഷ് ആർ ക്യാരക്ടേഴ്സ് ഇൻ ഷേക്സ്പിയർസ് കിങ് ലെയർ. കിങ് ലെയർ എന്നുള്ള നാടകത്തിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാരക്ടറിന്റെ പേര് കണ്ടെത്താനാണ്. ആരാണ്? കോർഡീലിയാണ് ഇവിടെ വരുന്നത്. അടുത്ത നമുക്ക് ഫെമിനിസവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റൈറ്റർ ഹു മേഡ് ദ ക്ലാസിഫിക്കേഷൻ റിലേറ്റിംഗ് ദ ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ ഫേസസ്. ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ ഫേസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആരാണ്? എലൈൻ ഷോവാൾട്ടർ ആയിരുന്നു. അടുത്ത ചോദ്യം നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും നമുക്കറിയാം തിയറിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ എല്ലാ തിയറിയും പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ദാറ്റ് അഡ്വക്കേറ്റ്സ് ക്ലോസ് റീഡിംഗ് ഓഫ് ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ ക്ലോസ് റീഡിങ്ങിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എന്താണ്? ന്യൂ ക്രിറ്റിസിസം ആണ്. അടുത്ത ചോദ്യം, സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഹിസ്റ്ററി ഓഫ് ദ വേർഡ്സിന്റെ സ്റ്റഡിക്ക് നമ്മൾ എന്താ പറയുക? എറ്റിമോളജി എന്നാണ് പറയുക. അടുത്ത ചോദ്യം, നോവൽ ചാൾസ് ഡിക്കൻസ് വിച്ച് ഇസ് മോസ്റ്റ്ലി ഓട്ടോബയോഗ്രഫിക്കൽ. ചാൾസ് ഡിക്കൻസിന്റെ മോസ്റ്റ്ലി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള നോവൽ ഏതാണ്? ഡേവിഡ് കോപ്പർഫീൽഡ് ആണ്.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോവൽ ബൈ അരുന്ധതി റോയ്. ഒരുപാട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്, ബുക്കർ പ്രൈസ് കിട്ടിയ വർക്കാണ്. ഏതാണ്? ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അടുത്തത് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് കണ്ടുപിടിക്കാനാണ്. കമ്മിറ്റി ആയിരുന്നു കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ്. ഒരു ചോദ്യം, ദ റിമാർക്ക് ഓഫ് ഡ്രൈഡൻ, ഹിയർ ഇസ് ഗോഡ്സ് പ്ലെൻറ്റി. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മറ്റൊരു മേഖലയാണ് നമുക്ക് ചോസറിന്റെ പ്രൊലോഗ് ദ കാൻറ്റർബറി ടെയിൽസ്. കാൻറ്റർബറി ടെയിൽസിൽ നിന്ന് ചോദ്യം ചോദിക്കുക വളരെ കുറവാണെങ്കിലും പ്രൊലോഗിൽ നിന്നുള്ള ചോദ്യങ്ങൾ മിക്കവാറുമുള്ള കേറ്റഡ് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പം ഡ്രൈഡൻ പറഞ്ഞൊരു റിമാർക്കാണ് ഹിയർ ഇസ് ഗോഡ്സ് പ്ലെൻറ്റി. അത് എന്തിനെ കുറിച്ചായിരുന്നു? ചോസേഴ്സ് പ്രൊലോഗ് ദ കാൻറ്റർബറി ടെയിൽസ് ആണ്. അടുത്ത ചോദ്യം, ആർണോൾഡ്സ് പോയം ദ ലാമെന്റ് ദ ലോസ് ഓഫ് ഫെയ്ത്ത്. ലോസ് ഓഫ് ഫെയ്ത്തിലെ ലാമെന്റ് ചെയ്തുകൊണ്ട് മാത്യു ആർണോൾഡ് എഴുതിയ പോയം ഏതാണ്? അത് ഡോവർ ബീച്ച് ആയിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോവൽ ബൈ തോമസ് ഹാർഡി. തോമസ് ഹാർഡിയുടെ നോവൽ ഈ കൂട്ടത്തിൽ ഏതാണ്? ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ആണ് തോമസ് ഹാർഡിയുടെ നോവൽ. അടുത്ത ചോദ്യം, ജോൺ ഡൺ ബിലോങ്സ് ടു സ്കൂൾ ഓഫ് പോയറ്റ്സ് കാൾഡ്. ജോൺ ഡൺ അദ്ദേഹം ഒരു സ്കൂൾ ഓഫ് പോയറ്റ്സിൽ ഏത് കൂട്ടത്തിലായിരുന്നു? നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരില്ലായിരുന്നു. പിൽക്കാലത്ത് ക്രിട്ടിക്സുകളൊക്കെ എന്ത് ചെയ്തു? ആ ഒരു രീതിയിൽ എഴുതുന്നവരെല്ലാം കൂടെ ചേർത്ത് എന്ത് വിളിച്ചു? മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് വിളിച്ചു. അടുത്ത ചോദ്യം, പ്രൈമറി ഡ്രാമാറ്റിക് ടെക്നിക്സ് ഓഫ് ദ എംപറർ ജോൺസ്. ദ എംപറർ ജോൺസ് എന്നുള്ള യുജിൻ ഒനീലിന്റെ ആ ഒരു ഡ്രാമയിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് ഏതായിരുന്നു? എക്സ്പ്രഷനിസം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അടുത്തത്, ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ് ഈസ് എ സബ് ടൈറ്റിൽ ഓഫ് വേർഡ്സ്വർത്ത് പോയം. വേർഡ്സ്വർത്തിന്റെ ഏത് പോയത്തിന്റെ സബ് ടൈറ്റിൽ ആയിരുന്നു ഗ്രോത്ത് ഓഫ് എ പോയറ്റ്സ് മൈൻഡ്? ദ പ്രല്യൂഡിന്റേതാണ്. അടുത്തത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഡാഫോഡിൽസ് ഈസ് എ പോയം ബൈ. കൊച്ചുനാൾ മുതലേ നമ്മൾ കേൾക്കുന്നതാണല്ലേ ഒരു പോയം അല്ലേ? എന്താണ്? വേർഡ്സ്വർത്തിന്റെ പോയമാണ് ഡാഫോഡിൽസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ ഇന്ത്യൻ പോയറ്റ്. ഈ കൂട്ടത്തിൽ ആരാണ് ഇന്ത്യൻ പോയറ്റ്? നിസിത് എസിക്കൽ ആണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യയിൽ അദ്ദേഹം നേരിട്ട കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അടുത്ത ചോദ്യം, സ്പീച്ച് ഇൻ ജൂലിയസ് സീസർ ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ലൈൻ ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ ഈസ് വൈ. വളരെ എന്താണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗ് ആണ് അല്ലേ? ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു ലൈൻ ആരാണ് പറയുന്നത്? മാർക്ക് ആന്റണി ആണ്. അടുത്ത ചോദ്യം, സൗണ്ട്സ് ക ആൻഡ് ഗ. ക ഗും നമുക്ക് ആ ഒരു ക ഗ പോലെയുള്ള സൗണ്ട് പ്രൊഡക്ഷൻ നമ്മൾ ആർട്ടിക്കുലേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ എന്താണ്? വീലാർ സൗണ്ട്സ് ആണ്. അടുത്ത, വേർഡ് ഇൻവിറ്റേഷൻ ഹാസ് ഡാഷ് സിലബിൾസ്. ഇൻവിറ്റേഷൻ എന്നുള്ള വേർഡിനെ നമുക്ക് എത്ര സിലബിൾസ് ആക്കി തിരിക്കാം? 4 സിലബിൾസ് ഉണ്ട്. അടുത്തത്, നോറ ഇസ് എ ക്യാരക്ടർ ഇൻ എ പ്ലേ ബൈ. ആരുടെ നാടകത്തിലെ ക്യാരക്ടറാണ് നോറ? ഹെൻറി കിപ്സന്റേതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ലിറ്റററി ടൈം ഹമേർഷ്യ റിഫേഴ്സ് ടു. നമ്മൾ ഡ്രാമയുടെ ഒരു ബേസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നില്ല. ഹമേർഷ്യ എന്തായിരുന്നു? ട്രാജിക് ഫ്ലോ. ഓരോ ക്യാരക്ടറിന്റെ ട്രാജിക് ഫ്ലോ എന്താണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും വരാറുണ്ടായിരുന്നു. ട്രാജിക് ഫ്ലോ ആണ് ഹമേർഷ്യ. അടുത്ത, ടെന്നിസൺ വാസ് എ പോയിന്റ് ഓഫ് ദ ഡാഷ് ഏജ്. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ഏത് ഏജിന്റെ പോയിന്റ് ആണ്? വിക്ടോറിയൻ ഏജിലെ പോയിന്റ് ആയിരുന്നു. അടുത്ത ചോദ്യം, which is the considered the father who is considered the father of English essay. Father of English essay ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ ആണ്. അടുത്ത ചോദ്യം, if winter comes can spring be far behind is the last line of. ഏത് കവിതയുടെ ലാസ്റ്റ് ലൈൻ ആണ്? if winter comes can spring be far behind. go to the west wind ആണ്. അടുത്ത ചോദ്യം, സാമുവൽ ബെക്കറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഗോദോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു മേഖലയാണ് എന്ത്? അബ്സേർഡ് പ്ലേ അല്ലേ? അപ്പൊ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള നാടകം, അപ്പൊ അത് അവിടെ എന്താണ്? നമുക്ക് വ്ളാഡിമിർ മിസ്ട്രഗണും ലക്കിയും ബോസോയും ഒക്കെ ഒരു നാടകം എന്താണ്? അബ്സേർഡ് പ്ലേ ആണല്ലേ? അബ്സേർഡിറ്റി, അതിനെ ആ ഒരു ടൈമിൽ അബ്സേർഡ് പ്ലേസ് വളരെയധികം പോപ്പുലർ ആയിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ. അടുത്ത ചോദ്യം, ദ ലൈൻ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഇത് നമ്മൾ സ്കൂൾ കാലം തൊട്ടേ പഠിക്കുന്നതാണല്ലേ? ലൈക്കോ ആസോ വന്നു കഴിഞ്ഞാൽ എന്താണത്? സിമിലി ആണ്. അടുത്ത ചോദ്യം, ദ മിനിമൽ മീനിങ്ഫുൾ യൂണിറ്റ് ഇൻ ദ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജിൽ മിനിമൽ ആയിട്ടുള്ള മീനിങ്ഫുൾ യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോർഫീം എന്നാണ് പറയുന്നത്. വീണ്ടും ഷേക്സ്പിയറിന്റെ പ്ലേയിൽ നിന്നുള്ള ചോദ്യമാണ്, ദ ത്രീ വിച്ചസ് അപ്പിയർ ആസ് ക്യാരക്ടേഴ്സ് ഇൻ ഷേക്സ്പിയർസ് പ്ലേ. ഏത് പ്ലേയിലാണ് 3 വിച്ചസ് വരിക? മാക്ബത്തിലാണ്. അടുത്ത ചോദ്യം, ബെർണാഡ് ഷാസ് പ്ലേ വിച്ച് ഈസ് എ സറ്റയർ ഓൺ വാർ ആൻഡ് ലവ്. വാർ ആൻഡ് ലവ് അതൊരു സറ്റയർ ആക്കിക്കൊണ്ട് എഴുതിയ ബെർണാഡ് ഷായുടെ പ്ലേ ഏതായിരുന്നു? ആംസ് ആൻഡ് ദ മാൻ ആണ്. അടുത്ത ചോദ്യം, വളരെ ഡയറക്റ്റ് ചോദ്യം, ദ ത്രീ ഡിസ്റ്റിങ് ഫേസസ് ത്രൂ വിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാസ് ഇവോൾവ്ഡ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവോൾവ് ചെയ്യുന്നത് നമ്മൾ ഡിഗ്രിക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഹിസ്റ്ററി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് അല്ലേ? എങ്ങനെയാണ്? ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ്.
അടുത്ത ചോദ്യം, റോബർട്ട് ഫ്രോസ്റ്റ് പോം ഡീപ്ലി അപ്രീഷിയേറ്റഡ് ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയം ഏതാണ്? സ്റ്റോപ്പിംഗ് ബൈ ഗുഡ്സ് ഓൺ സ്നോ ഈവനിങ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന് പറഞ്ഞിട്ട് വരികൾ, ഇത്രയും പ്രശസ്തമായിട്ടുള്ള വരികളാണല്ലേ. അത് ജവഹർലാൽ നെഹ്റു വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പോമാണ്. അടുത്ത ചോദ്യം, ടച്ച് സ്റ്റോൺ മെത്തേഡ് ഓഫ് ക്രിറ്റിസിസം വാസ് ഇൻട്രൊഡ്യൂസ് ബൈ. ടച്ച് സ്റ്റോൺ മെത്തേഡ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മാത്യു ആർണൽഡ് ആണ്. അടുത്ത ചോദ്യം, ഹു ഇസ് ഓതർ ഓഫ് ദ ഷാഡോ ലൈൻസ്. ഷാഡോ ലൈൻസിന്റെ ഓതർ ആരാണ്? അമിതാഭ് ഘോഷ് ആണ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് എ ലോ ഓർഡർ തിങ്കിങ് സ്കിൽ. നമുക്ക് പെഡഗോജിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ലോ ഓർഡർ തിങ്കിങ് സ്കിൽ? ഒരുപാടൊന്നും നമ്മൾ എന്താണ് എഫേർട്ട് ഇടാതെ തിങ്കിങ് സ്കിൽ അല്ലാത്ത എവിടെയാണ് റീകോളിംഗ്, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം ഓർത്തെടുക്കുക. അടുത്തതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖല തന്നെയായിരുന്നു. എസീസോഫീലിയ is a collection of essays written by എലിയ എന്നുള്ള പെന്നേമിൽ എഴുതിയത് ആരാണ്? ചാൾസ് ലാംബ് ആണ്. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓതർ ഓഫ് സിന്റാറ്റിക് സ്ട്രക്ചേഴ്സ്. സിന്റാറ്റിക് സ്ട്രക്ചേഴ്സ് എന്നുള്ള ഓതർ ആരാണ്? നോം ചോംസ്കി ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുന്നത് കുറച്ച് പെഡഗോജിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വിച്ച് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് സ്കാഫോൾഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ സ്കാഫോൾഡിംഗ് അല്ലാത്തത് ഇതിലേതാണ്? ടെക്നിക് അല്ലാത്തത് എന്താണ്? ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് റെഗുലർലി അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലെസൺ എന്ന് പറഞ്ഞ സ്കഫോൾഡിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നില്ല. വെർബലൈസിംഗ് തോട്ട് പ്രോസസും ഗ്രാജുവലി ഇൻക്രീസിംഗ് സ്റ്റുഡന്റ് റെസ്പോൺസിബിലിറ്റിയും യൂട്ടിലൈസിംഗ് ഡയഗ്രാം ചാർട്ട് ഓർ വിഷ്വൽ എയ്ഡ്സും ഒക്കെ എന്താണ് നമുക്ക് ഈ ഒരു കൂട്ടത്തില് സ്കഫോൾഡിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തിൽ ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും സ്കഫോൾഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്ത ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്, ദ സൈക്കോളജിസ്റ്റ് അസോസിയേറ്റ് വിത്ത് ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഏതൊക്കെ ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും ആരുടേതാണ്? ഹൊവാർഡ് ഗാർഡ്നർ ആണ്. അടുത്ത ചോദ്യം, which of the following is not a characteristics of a teacher-centered classroom. ടീച്ചർ-centered ക്ലാസ്റൂമിന്റെ സ്വഭാവ സവിശേഷത അല്ലാത്ത എന്താണ്? സ്റ്റുഡന്റ് ഓട്ടോണമി, കുട്ടികളുടെ എന്താണ് പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഓട്ടോണമി എന്ന് പറയുന്ന സംഗതി ടീച്ചർ-centered ക്ലാസ്റൂമിൽ ഇല്ല. അടുത്ത ചോദ്യം, pick out the quality that does not go with the features of good handwriting. ഗുഡ് ഹാൻഡ് റൈറ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് എന്താണ്? അത് ഇവിടെ എന്താ വരിക? കോംപ്രിഹെൻഷൻ ആണ്. ലെജിബിലിറ്റിയും നീറ്റ്നെസ്സും കൺസിസ്റ്റൻസിയും ഒക്കെ വരും. പക്ഷെ കോംപ്രിഹെൻഷൻ ഗുഡ് ഹാൻഡ് റൈറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ അല്ല. അടുത്ത ചോദ്യം, റെക്കഗ്നൈസിംഗ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ടോൺ ഓഫ് സ്പീക്കർ ഇസ് എ സബ് സ്കിൽ ഓഫ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡും ടോണും മനസ്സിലാക്കുക എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ലിസണിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, പ്രൊപ്പോണന്റ് ഓഫ് റാഡിക്കൽ ബിഹേവിയറിസം. ആരാണ് റാഡിക്കൽ ബിഹേവിയറിസത്തിന്റെ പ്രൊപ്പോണന്റ്? ബി.എഫ്. സ്കിന്നർ ആണ്. അടുത്ത ചോദ്യം, which of the following is a process often used in the language teaching methodology? Silent way. ടീച്ചിങ് മെത്തേഡ്സ്, ടെക്നിക്സ് ഒക്കെ എന്താണ്? അപ്രോച്ചസ്, ടെക്നിക്സ്, മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഓരോ മെത്തേഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണല്ലേ. ഈ സൈലന്റ് വേയിൽ നമ്മൾ എന്താ ഉപയോഗിക്കാം? ടൂൾസ് ലൈക്ക് ക്വിസിനറി റോഡ്സ് ആൻഡ് ഫിലൽ ചാർട്ട്സ് ആർ യൂസ്ഡ് ബൈ ദ ലേണേഴ്സ്. അവിടെ എന്താണ് സൈലന്റ് വേയിലൂടെ നമ്മൾ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് ക്വിസിനറി റോഡ്സും ഫിലൽ ചാർട്ട്സും യൂസ് ചെയ്യും. അടുത്തത്, a teacher when teaching a lesson uses visual aids like concept maps or character charts to help students organize information in the lesson. This is a അപ്പോൾ നോക്കിക്കേ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിഷ്വൽ എയ്ഡ്സ് ലൈക്ക് കൺസെപ്റ്റ് മാപ്സ്, ക്യാരക്ടർ ചാർട്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. കുട്ടികൾക്കും ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതെന്താണ്? വൈൽ റീഡിങ് ആക്ടിവിറ്റിയാണ്. അടുത്ത ചോദ്യം, ടൈപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് സെർവ് എ ഗ്രാമാറ്റിക്കൽ പർപ്പസ് ഇൻ എ സെന്റൻസ് റാദർ ദാൻ ക്യാരിങ് എ സിഗ്നിഫിക്കന്റ് മീനിങ് ഓഫ് ദെയർ ഓൺ. ഗ്രാമാറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, സ്വന്തമായിട്ട് സിഗ്നിഫിക്കന്റ് മീനിങ് ഇല്ലെങ്കിൽ ആ വാക്കുകളെ എന്ത് പറയും? സ്ട്രക്ചറൽ വേർഡ്സ് എന്ന് പറയും. അടുത്തത്, abbreviation which refers to the innate ability of human to acquire a language with a built-in mental capacity to recognize and generate language rules. നമ്മൾ നോം ചോംസ്കി ആയിട്ട് ബന്ധപ്പെട്ട ഐഡിയ ആയിരുന്നു. എന്താണ്? ലാഡ് ആണ്. LAD, ലാഡ് എന്താ? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ്. ആ ഒരു ഭാഷ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നേറ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു ഡിവൈസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു തിയറി ആയിരുന്നു. അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ടു സൈക്കോളജി. ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് ടു സൈക്കോളജി ആരാണ് ഫൗണ്ടർ? കാൾ റോജേഴ്സ് ആണ്. അടുത്ത ചോദ്യം, the type of grammar that not only identifies a sentence like the boy played with a ball as grammatical but also provide a structural description of its components, noun phrase, verb phrase, etc. is known as. ഒരു ഗ്രാമർ, ഗ്രാമാറ്റിക്കൽ നമ്മൾ പറയുന്നതിനൊപ്പം തന്നെ എന്താണ് ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നും കൂടെ പറയുന്നത്. നൗൺ ഫ്രേസ് എന്താണ്, വെബ് ഫ്രേസ് എന്താണെന്ന് ഡിവൈഡ് ചെയ്ത് പറയുന്നത് എവിടെയാണ്? ജനറേറ്റീവ് ഗ്രാമറിലാണ്.
അടുത്ത ചോദ്യം, കൺസേർട്ട് റീഡിംഗ് ഇസ് എ ഫീച്ചർ ഓഫ് വിച്ച് ലാംഗ്വേജ് ടീച്ചിങ് മെത്തഡോളജി? കൺസേർട്ട് റീഡിംഗ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജ് ടീച്ചിങ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ടാണ്? സജസ്റ്റോപീഡിയയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, which of the following is a neurological disorder which affect the gross motor skills, fine motor skills, speech and language of the person involved? അവിടെ എന്താ വരിക? ഗ്രോസ് മോട്ടോർ സ്കില്ലും ഫൈൻ മോട്ടോർ സ്കില്ലും സ്പീച്ചും ലാംഗ്വേജും എല്ലാം കൂടെ വരുന്നതാണല്ലോ. അങ്ങനെയുള്ള ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ഈ കൂട്ടത്തിൽ എന്താണ്? അത് ഡിസ്പ്രാക്സിയ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് എ ബ്ലോഗ് പോസ്റ്റ് ടെസ്റ്റ് ദ എബിലിറ്റി ടു. ബ്ലോഗ് പോസ്റ്റ് എഴുതുക എന്തിന്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ്? ക്രിയേറ്റ് ആണ് വരുന്നത് അല്ലെ. ഇവിടെ ക്രിയേറ്റ് ചെയ്യല്ലേ ബ്ലോഗ് എഴുതുക എന്ന് പറയുന്നത്. അടുത്തത്, which of the following is not a feature of constructivism? കൂട്ടത്തിൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പം ഇൻക്വയറി ബേസ്ഡ് ലേണിംഗും പ്രോബ്ലം സോൾവിങ്ങും കൊളാബറേറ്റീവ് ലേണിംഗും ഒക്കെ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഭാഗമാണ്. അടുത്ത ചോദ്യം, which of the following activities align the theory of experiential learning in language classroom? അപ്പൊ എന്താണ്? എക്സ്പീരിയൻസിലൂടെ പഠിക്കുക, അനുഭവാധിഷ്ഠിത പഠനമാണെന്ന് നമ്മൾ പറയും. ഈ കൂട്ടത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? എൻഗേജിങ് ടീം വർക്ക് ആണ്. അടുത്ത ചോദ്യം, which of the following is related to cognitive skill? കോഗ്നിറ്റീവ് സ്കില്ലോട് ബന്ധപ്പെട്ട് എന്താണ്? റിമെമ്പറിംഗ് ആണ് ഈ കൂട്ടത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം, arousal tolerate and treat as natural outcome of the development of skill. This is setting. നമ്മൾ പല പല അപ്രോച്ചുകൾ പഠിച്ചില്ലേ? അവിടെ എവിടെയാണ് എറൗസ് വരും? അത് ടോളറേറ്റ് ചെയ്യണം. അത് നാച്ചുറൽ ഔട്ട്കം ആണ്. സ്കില്ല് വളരുമ്പോൾ നാച്ചുറൽ ഔട്ട്കം ആണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിലാണ്. അടുത്ത ചോദ്യം, when person searches for a specific dish on a hotel menu while reading technique is typically involved. സ്പെസിഫിക് ഡിഷ് ഹോട്ടൽ മെനുവിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു വായിച്ചെടുക്കാനുള്ള റീഡിംഗ് ടെക്നിക്ക് നമ്മൾ ഇതേ എക്സാമ്പിൾ ഇട്ട് തന്നെ പറഞ്ഞാണല്ലോ. ഒരു ഹോട്ടലിന്റെ ഒരു പരസ്യം നമ്മൾ കാണുന്നു, അപ്പൊ ഓടിച്ച് അവിടെ എന്തൊക്കെയുണ്ട് എന്ന് നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്കിമ്മിങ് ആണ്. എന്നാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിഷ് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ അതിനെ എന്താ പറയാ? സ്കാനിങ് എന്നാണ്. ഇതേ എക്സാമ്പിൾ ഇട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ സെക്ഷൻസിലെ റിവിഷനിലും ഒക്കെ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, സ്കീമ ഫോർമേഷൻ ഇസ് എംഫസൈസ്ഡ് ഇൻ. സ്കീമ ഏത് തിയറിയുമായി? ആറ് തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അടുത്ത ചോദ്യം, ഇറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് സ്റ്റുഡൻസ് വീക്ക്നെസ് ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക് ഈസ്. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ സ്റ്റുഡന്റ് വീക്ക്നെസ് കണ്ടെത്താനായിട്ടുള്ള ടെസ്റ്റിനെ നമ്മൾ എന്താ പറയുക? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം, which of the following is a cognitive principle of language learning? ലാംഗ്വേജ് ലേണിംഗിന്റെ കോഗ്നിറ്റീവ് പ്രിൻസിപ്പിൾ എന്താണ് ഈ കൂട്ടത്തിൽ? ഓട്ടോമാറ്റിസിറ്റി ആണ് നമുക്ക് ഇവിടെ പറയാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം, a word's capacity to be used as a base for forming new words through affixation, compounding and derivation is known as its. അപ്പൊ എന്താണ്? ഇതുപോലെ ബേസ് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വാക്കുകൾ നമ്മൾ നിർമ്മിച്ചു പോകുന്ന affixation, compounding, derivationiലൂടെയൊക്കെ പുതിയ വാക്കുകൾ നിർമ്മിച്ചു പോവുകയാണെങ്കിൽ അതിനെ എന്താ പറയാ? പ്രൊഡക്ടിവിറ്റി ആണ് പറയുക. അടുത്ത, which of the following words does not contain a diphthong? diphthong ഉണ്ടെങ്കിൽ സ്ലൈഡിംഗ് വോവൽ ഇല്ലാത്തത് ഏത് വാക്കിലാണ്? മീനിങ്ങിലാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോണ്ടിക് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി നോക്കണം. അടുത്ത ചോദ്യം, which is not a benefit of silent reading? സൈലന്റ് റീഡിങ്ങിന്റെ ബെനിഫിറ്റ് അല്ലാത്തത് ഏതാണ്? എന്താണ്? ഇംപ്രൂവ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്ന പരിപാടി സൈലന്റ് റീഡിങ്ങിലുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, read the following. The all wooden swing set withered and worn stood sentinel at the edge of the overgrown yard. Its chains, once a gleaming silver, were now rusty brown, their metallic tongue sharp in the damp air. A faint sweet scent of honeysuckle drifted from the nearby bushes, mixing with the earthy smell of damp salt. What type of passage is this? വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവും? ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു? ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞേക്കുവാണ് അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് പാസേജ് ആണ് ഇവിടെ ആൻസർ വരിക. അടുത്ത ചോദ്യം, which of the following was developed by Stephen Krashen? സ്റ്റീഫൻ ക്രേഷൻ ഡെവലപ്പ് ചെയ്ത ഈ കൂട്ടത്തിൽ എന്താണ്? എന്താ വരിക? ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് ആണ്. അടുത്ത ചോദ്യം, which is not a step in teaching of an extensive lesson? എക്സ്റ്റെൻസീവ് ലെസണില് ടീച്ചിങ് സ്റ്റെപ്പ് അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം വരുന്നത്. എന്താ നമുക്ക് വരിക? റീഡിംഗ് അലൗഡ് ബൈ ടീച്ചർ ആണ് കറക്റ്റ് ആൻസർ വരിക. റീഡിംഗ് അലൗഡ് ബൈ ടീച്ചർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇടും. അപ്പൊ നമുക്ക് 150 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 81 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങളാണ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ. അങ്ങനെ മൊത്തം എത്രയാണ്? 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. റഫ്ലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 50 ചോദ്യങ്ങൾ കണ്ടന്റ് കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസിൽ നിന്നും, അതോടൊപ്പം തന്നെ എന്താണ് 30 ചോദ്യങ്ങൾ പെഡഗോജിയിൽ നിന്നുമായിരുന്നു. ഒരുപാട് എന്താണ് വലയ്ക്കുന്ന ചോദ്യങ്ങളില്ലായിരുന്നു. ഡയറക്റ്റുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മിക്കവാറും കാണാൻ കഴിഞ്ഞത്. അപ്പം ഏകദേശം എല്ലാവർക്കും നല്ലൊരു സ്കോർ നേടാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.